ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ യോർക്കർ ട്യൂട്ടോറിയൽ. ഒരു പെർഫെക്റ്റ് യോർക്കർ എങ്ങനെ അറിയാം, അതിന് എന്തെല്ലാം പ്രാക്ടീസസ് വേണം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് യോർക്കറാണ്. ഒരു ലെഫ്റ്റ് ഹാൻഡർ റൈറ്റ് ഹാൻഡർ ആയിക്കോട്ടെ, അവർ ഇപ്പോഴും ഒരു ബാറ്റ്സ്മാൻ തളയ്ക്കാൻ പറ്റിയ ഒരു വെപ്പണാണ് യോർക്കർ ഡെലിവറി. ഒരു ഡെത്ത് ഓവർ അല്ലെങ്കിൽ പ്രഷർ ഓവർ സിറ്റുവേഷനിൽ ഒരു യോർക്കർ ഡെലിവറി ആണെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു യോർക്കർ നമ്മുടെ ഒരുപോലെ ഷോൾഡറും റിസ്റ്റും ഒരുപോലെ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം കുറച്ച് സ്ട്രെങ്തനിങ് വർക്കൗട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ടെന്നീസ് ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ഹാർഡ് ടെന്നീസ് കളിക്കുമ്പോൾ മാത്രം യോർക്കർ ഡെലിവറി അറിയാനായിട്ട് നോക്കുക. കാരണം നമ്മുടെ ഷോൾഡറും റിസ്റ്റും ഒക്കെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഷോൾഡർ, ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ബോളാണ് ഈ യോർക്കർ ഡെലിവറി. സോഫ്റ്റ് ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ കൂടുതലും ചൊട്ടെറിയാനോ കട്ടെറിയാനോ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഒരു കയ്യിന് ലോഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇഞ്ചുറീസ് ഇല്ലാതെ ബോൾ ചെയ്യാനായിട്ട് സാധിക്കൂ. സോഫ്റ്റ് ടെന്നീസ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ബോളാണ്. അത് ഒരു കാരണവശാലും നമ്മൾ എഫേർട്ട് എടുത്ത് ബോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യോർക്കർ ഡെലിവറി അറിയാനുള്ള ലെങ്ത് കണ്ട. ഇപ്പൊ ഞാൻ ഒരു ഷൂസ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹാർഡ് ടെന്നീസോന്റെ സ്പോർട്ട് ഡെലിവറി അല്ലെങ്കിൽ സ്പോർട്ട് പ്രാക്ടീസ് എന്ന് പറയാം. നമുക്ക് ഷൂസിന് പകരം ബോളോ അത് എന്ത് ഒബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അത് വെക്കാം. അപ്പൊ നമ്മൾ ഈ യോർക്കർ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ റിലീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിസ്റ്റിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം നമുക്ക് നോക്കട്ടാ. നമ്മൾ റണ്ണപ്പ് എടുത്തതിനു ശേഷം നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റിൽ ബോൾ റിലീസ് ചെയ്യുമ്പോൾ എവിടുന്ന് റിലീസ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ റണ്ണപ്പ് എടുത്തതിനു ശേഷം ഈ ഒരു റിസ്റ്റിന്റെ പൊസിഷൻ ഇങ്ങോട്ട് താഴത്തേക്ക് വരാൻ പാടില്ല. മനസ്സിലായോ? ഈ ഒരു നേരെ പൊസിഷനിൽ വരാൻ പാടില്ല. കുറച്ച് ബെൻഡായി, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് ഈ ഒരു പൊസിഷൻ കണ്ട, ഇതായിരിക്കണം നമ്മുടെ റിസ്റ്റിന്റെ പൊസിഷൻ. ഓവറായിട്ട് ഇങ്ങോട്ട് പോകാനും പാടില്ല. അപ്പൊ ബോള് ഫുൾ ടോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. റിലീസിംഗ് പോയിന്റ് സമയത്ത് കുറച്ച് ഈ ഒരു പൊസിഷൻ വെക്കുക. നമ്മൾ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് റിസ്റ്റിന്റെ പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് താഴത്തേക്കാണ് നിൽക്കുക. താഴത്തേക്കാണ് റിസ്റ്റിന്റെ പൊസിഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ബോൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% ഷോർട്ട് ഡെലിവറി ആയിരിക്കും. അത് ജസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ബോൾ ആയിരിക്കും വരിക. കുറച്ചുകൂടെയും സ്ട്രെയിറ്റ് അയക്കുന്നുണ്ടെങ്കിൽ അത് ഓർപ്പിച്ചോ ഫുൾ ടോസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് റിസ്റ്റിന്റെ പൊസിഷൻ ബോൾ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ഒരുപാട് ബാക്ക്വേർഡ് ആവരുത്. എന്നാൽ കുറച്ചൊരു ചെറിയൊരു 10 ഡിഗ്രി ഒരു ആംഗിൾ കൊടുത്ത് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഇവിടെ നിന്നായിരിക്കണം ബോൾ റിലീസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യോർക്കർ ചെയ്യണം നമ്മുടെ ഷോൾഡർ സ്ട്രെങ്ത് പരമാവധി യൂസ് ചെയ്യണം. പരമാവധി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്റ്റ് പൊസിഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഫിംഗർ എങ്ങനെയായിരിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ഇത്രയും ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ബോൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. കാരണം ബോളിന്റെ പേസ് കൂടാണ് നമ്മൾ യോർക്കർ ഡെലിവറി ഉപയോഗിക്കുന്നത്. കുറച്ച് സ്ലോ ആയിട്ട് വേണമെങ്കിൽ ഡിപ്പ് ചെയ്ത് എറിയാൻ പറ്റും. അത് കുറച്ച് സ്ലോവർ യോർക്കർ എന്ന് പറയും. എന്നാൽ സ്പീഡി യോർക്കർ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഈ ഫിംഗർ ക്ലോസ് ആക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ആയിരിക്കണം ഹോൾഡിങ്. ഒരു കാരണവശാലും ഇങ്ങനെ ഹോൾഡിങ് ആവരുത് കേട്ടാ. ഈ ഒരു ഹോൾഡിങ്ങിൽ ഈ ഒരു പൊസിഷനിൽ വേണം ബോൾ പിടിക്കാനായിട്ട്. നമുക്കപ്പോൾ ഒരു ഡെമോ നോക്കാം. അത് യോർക്കർ ഡെലിവറി എങ്ങനെയാണ്, റിലീസിംഗ് പോയിന്റ്, ഹോൾഡിംഗ് പോയിന്റ് എങ്ങനെയാണ്, നമുക്കൊരു ഡെമോ നോക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അവിടെ ഹോൾഡ് ചെയ്യും, അവിടെ ഹോൾഡ് ചെയ്യും. നമ്മൾ റണ്ണപ്പ് എടുത്തതിനു ശേഷം ബോളിങ്ങിന്റെ അവസാന മൊമെന്റിൽ ആ ബോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ബോൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ കണ്ടോ. ഈ ഫിംഗർ നോക്കിയാൽ സൂക്ഷിച്ച് നോക്കി അറിയാം. ഇത് ഒരു കാരണവശാലും വൈഡ് ആക്കരുത്. ഇത് ക്ലോസ് ആക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. എന്നാലാണ് നമുക്ക് പേസി യോർക്കറായിട്ട് സ്പീഡി യോർക്കർ ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ പൊസിഷൻ നോക്കിക്കോട്ടാ, ഒരുപാട് ഈ റിസ്റ്റിന്റെ പൊസിഷൻ കേട്ടോ, ഈ ഫിംഗർ ഒരുപാട് താഴ്ത്തിക്ക്, ഇതൊന്ന് കുറച്ച് ബെൻഡാക്കി ഫിംഗർ ഇങ്ങനെ ബെൻഡാക്കാൻ പാടില്ല. ഇങ്ങനെ ബെൻഡാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബോളിന്റെ ട്രൊജക്ടറി, ആ ബോളിന്റെ ട്രൊജക്ടറി ആണ് സ്റ്റംപിലേക്കുള്ള ട്രൊജക്ടറി കണ്ടോ താഴത്തേക്കാണ്. അത് ഷോർട്ട് ബോൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കുറച്ച് നമ്മൾ ഉയർത്താവുന്നുണ്ടെങ്കിൽ ഈ ബോൾ കുറച്ച് ഷോർട്ടർ ലെങ്ത് എന്ന് മാറി സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഹോൾഡിങ് കുറച്ച് ബാക്ക്വേർഡ്, അതായത് നോക്കട്ടാ ഇങ്ങനെ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ ടോസ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ട്രജക്ടറി. ഓക്കെ, അപ്പോ യോർക്കർ ഡെലിവറി എറിയാനായിട്ട് എപ്പോഴും ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാ ബോൾ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ താഴ്ത്തി പിടിക്കാതെ കുറച്ചൊരു സ്ട്രേറ്റ് വേർഡ് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബാക്ക്വേർഡ് ആയിട്ട് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ യോർക്കർ സ്പീഡ് യോർക്കർ ചെയ്യാനായിട്ട് നമ്മുടെ ഫിംഗർ എങ്ങനെ ബോൾ ഹോൾഡ് ചെയ്യണം, കയ്യിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം, ആ ഹോൾഡിങ് പറഞ്ഞു, റിലീസിംഗ് പോയിന്റ് എവിടെ നിന്നായിരിക്കണം പറഞ്ഞു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഈസിയാണ്. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും യോർക്കർ ഡെലിവറി ചെയ്യാനായിട്ട് ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ ഫുൾ ടോസ് എറിയാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു കാരണവശാലും ഷോർട്ട് ബോളോ ഗുഡ് ലെങ്തോ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. ഫുൾ ടോസ്, അതായത് ഓഫ് സ്റ്റംബിൽ ആയിക്കോട്ടെ ലെഗ് സ്റ്റംബിൽ ആയിക്കോട്ടെ അത് സ്റ്റംബിൽ ആയിക്കോട്ടെ, ഫുൾ ടോസ് അല്ലെങ്കിൽ ലോ ഫുൾ ടോസ് ഡെലിവറി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ ടോസ് ഡെലിവറി ചെയ്യുക. കൂടുതൽ ഫുൾ ടോസ് എറിയുന്നവരും നമുക്ക് ഈ യോർക്കറിലേക്കുള്ള ബോൾ ഈസിലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയാം. അത് കാരണം 100% നമ്മൾ ഫുൾ ടോസ് എറിയുക. ആദ്യം നമ്മൾ എറിയുമ്പോൾ ചിലപ്പോൾ ഫുൾ ടോസ് ബീമർ പോയേക്കാം.
പക്ഷെ നമുക്ക് ആ സ്പോട്ട് കിട്ടി പ്രാക്ടീസ് നമ്മൾ യോർക്കറിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഫുൾ ടോസ് ഡെലിവറി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു കാരണവശാലും ഷോർട്ടർ ലെങ്ത്തിലേക്കോ ഗുഡ് ലെങ്ത്തിലേക്കോ നമ്മൾ ഈ ഒരു ട്രജക്ടറി ഞാൻ നേരത്തെ പറഞ്ഞു താഴത്തേക്ക് ഫോക്കസ് ചെയ്യരുത്. എത്രത്തോളം താഴത്തേക്ക് റിലീസ് ചെയ്യുന്നോ ബോള് എന്താ പറയാ നമുക്ക് അത്രയും കുത്തനെ പതിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്ന് അതായത് കുറച്ച് സ്ട്രെയിറ്റോ കുറച്ച് ബാക്കോർഡ് ആയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് പഠിച്ചാൽ കൂടുതലും ഫുൾ ടോസ് ഡെലിവറിക്കാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈസിലി നമുക്ക് യോർക്കർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യോർക്കർ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, യൂസ്ഫുൾ ആവട്ടെ. താങ്ക് യു.